ജോസ് പേടിയിൽ മോൻസ് പല്ലും നഖവും കൊഴിഞ്ഞ വൃദ്ധന്മാരെ ഉപയോഗിച്ച് ജോസിനെ വ്യക്തിഹത്യ ചെയ്തു. നിങ്ങളാക്കിയ മാണി സാറിനോടുള്ള നന്ദി കേടെന്ന് സൈബർ ലോകം. കേരള കോൺഗ്രസ് എം അടുത്ത കാലത്ത് കടുത്തുരുത്തിയിൽ നടത്തിയ എല്ലാ പരിപാടികളും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെയും പാർട്ടിയുടെയും കടുത്തുരുത്തിയിലുള്ള സ്വാധീനം വിളിച്ചോതുന്നതായിരുന്നു. ഓരോ മണ്ഡലത്തിലും നടന്ന സമ്മേളനങ്ങളും കടുത്തുരുത്തിയിൽ വെച്ച് നടത്തിയ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം റാലിയും പൊതുസമ്മേളനവും ജനബാഹുല്യം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ഏവരെയും ആകർഷിച്ചിരുന്നു. ആയിരക്കണക്കിന് യുവാക്കളും പാർട്ടി പ്രവർത്തകരുമാണ് ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. കൂടാതെ യൂത്ത് ഫ്രണ്ട് എം കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ടർഫ് ഫുട്ബോൾ ടൂർണമെന്റും വൻ വിജയമായിരുന്നു. ഇതുവരെ കടുത്തുരുത്തിയുടെ മുടിചൂടാ മന്നനെന്നും വികസന നായകനെന്നും സ്വയം വിശേഷിപ്പിച്ചിരുന്ന MLAക്ക് ഇതെല്ലാം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ സമനില തെറ്റി എന്ന് വേണം കരുതാൻ. ജോസ് കെ മാണിയെയും മറ്റു നേതാക്കളെയും വ്യക്തിഹത്യ ചെയ്യുക എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ പരിപാടി. ഏത് ചാനൽ മൈക്ക് കണ്ടാലും അപ്പോൾ തന്നെ ജോസ് കെ മാണിയെ ഫള്ളു പറയാൻ തുടങ്ങുകയായി. ഇതുകൊണ്ടൊന്നും തൃപ്തി വരാതെയാണ് കടുത്തുരുത്തിയിൽ ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിച്ച ജോസ് കെ മാണിയെ പുലഭ്യം പറഞ്ഞത്. താൻ തന്നെ പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കുമോ എന്നുള്ള സംശയം കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ മുൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF കൺവീനറുമായിരുന്ന EJ അഗസ്ത്യയെ കൂട്ടുപിടിച്ചു. മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കാലത്ത് കോട്ടയം രാഷ്ട്രീയത്തിലെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത നേതാവായിരുന്നു ഇദ്ദേഹം. സ്വന്തം പഞ്ചായത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡിൽ നിന്നും തോറ്റ് തുന്നം പാടിയെന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന യോഗ്യത. എങ്കിലും ആശ്രിത വത്സലനായിരുന്ന KM മാണി അദ്ദേഹത്തെ പാലാ കാർഷിക വികസന ബാങ്കിന്റെ സ്ഥിരം പ്രസിഡന്റാക്കി നിയോഗിക്കുകയും യാത്രാ സൗകര്യത്തിനായി ബാങ്കിന്റെ വണ്ടിയും ഡ്രൈവറെയും വിട്ടു നൽകുകയും ചെയ്തു. മാത്രമല്ല, എന്നൊക്കെ KM മാണി അധികാരത്തിലെത്തിയാലും ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനവും വണ്ടിയും EJ അഗസ്ത്യക്ക് സ്വന്തമായിരുന്നു. ഇത്രയുമൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച അഗസ്ത്യ സാറിനല്ലാതെ മറ്റാർക്കാണ് മാണി സാറിന്റെ മരണശേഷം പാർട്ടിയെ ഒറ്റുകൊടുത്തവരുടെ കൂടെ ചേരാൻ കഴിയുക? എന്തായാലും കർമ്മഫലം എന്ന് പറയുന്നത് പോലെ ഇന്ന് യാതൊരുവിധ പദവിയും രാഷ്ട്രീയ സ്വാധീനവുമില്ലാതെ വീട്ടിൽ വിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തെ കടുത്തുരുത്തിയിൽ കൊണ്ടുവന്ന ജോസ് കെ മാണിക്കെതിരെ ചീത്ത വിളിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മോൻസിന്റെ ഒപ്പം അഗസ്ത്യയുടെയും വികൃത മുഖമാണ് പ്രകടമായത്. ജോസ് കെ മാണിയെ വെല്ലുവിളിക്കുകയും പുലഭ്യം പറയുന്നത് ഒഴിച്ചാൽ എന്തു വികസനമാണ് MLA നാട്ടിൽ കൊണ്ടുവന്നത് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് കടുത്തുരുത്തി പട്ടണത്തിൽ എന്തുണ്ടായിരുന്നുവോ അതുമാത്രമേ ഇന്നും കാണാനുള്ളൂ. 20 വർഷം മുൻപ് പണി തുടങ്ങിയ കടുത്തുരുത്തി ബൈപ്പാസ് ഇതുവരെ പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇലക്ഷൻ അടുക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും കയറിയിറങ്ങി റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഏക വികസന പദ്ധതി. പ്രഖ്യാപിച്ച് ഫ്ലെക്സ് വെക്കുന്നതല്ലാതെ ഒരു റോഡ് പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. MLA ആകപ്പാടെ മണ്ഡലത്തിൽ ചെയ്യുന്നത് എല്ലാ മരിച്ചടക്കിനും കല്യാണത്തിനും കേട്ടറിഞ്ഞ് എത്തുമെന്നുള്ളതാണ്. അതുമാത്രമല്ല, ആരെന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും അതിന്റെ എല്ലാം പിതൃത്വം ഏറ്റെടുത്ത് പത്രസമ്മേളനം നടത്താനും ഫ്ലെക്സ് വെക്കാനും ഇദ്ദേഹം ഒരു പിശുക്കും കാണിക്കാറുമില്ല. എന്നാൽ ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങൾക്കെല്ലാം മോൻസിന്റെ ഈ അഭ്യാസം മനസ്സിലായി എന്നാണ് അറിയാൻ സാധിച്ചത്. മണ്ഡലത്തെ 2 ദശാബ്ദകാലം പിന്നോട്ടടിച്ച മോൻസിന് തക്കതായ മറുപടി നൽകണമെന്ന വാശിയിലാണ് വോട്ടർമാർ. കഴിഞ്ഞ പ്രാവശ്യം കഷ്ടിച്ച് കടന്നുകൂടിയത് എതിർ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത കുറവ് കൊണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയോ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയോ മത്സരിച്ചാൽ മോൻസ് പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് തടയിടുന്നതിന് വേണ്ടിയുള്ള പ്രകടനങ്ങളാണിപ്പോൾ മോൻസ് നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.